നിക്കിയ സുനഹദോസിൻ്റെ 1700 വാർഷികം പ്രമാണിച്ച് നടന്ന സമ്മേളനത്തിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന്, മാർപ്പാപ്പ ബ്ലൂ മോസ്കിൽ ചെന്നപ്പോൾ പ്രാർത്ഥിക്കാതിരുന്നത്. രണ്ട്, പരിശുദ്ധ കാതോലിക്ക ബാവ ഈ ഷെക്കൈന ന്യൂസിന് നൽകിയൊരു അഭിമുഖം. ആ അഭിമുഖത്തെ പറ്റി പറയുമ്പോൾ ഓർക്കുന്നത് ജോയൻ കുമരകത്തെയാണ്, അന്തരിച്ചു പോയ നമുക്ക് പലർക്കും അറിയാവുന്ന പിന്നെ എഴുത്തുകാരൻ. അപ്പോൾ അദ്ദേഹത്തോട് ഒരിക്കൽ ആരോ ചോദിച്ചു രക്ഷിക്കപ്പെട്ടതാണോ എന്ന്. അപ്പോൾ ജോയൻ പിന്നെ കടുത്ത ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അദ്ദേഹം ചോദിച്ചു ഏതർത്ഥത്തിലാണ് ആ ചോദ്യം. സാമ്പത്തികമായിട്ടാണെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല, പിന്നെ വിശ്വാസപരമായിട്ടാണെങ്കിൽ രക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളില്ല. രക്ഷ ആർക്കെങ്കിലും തരാവുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും ചെന്നാൽ മാത്രമേ രക്ഷ കിട്ടൂ എന്നുള്ള ആ രീതിയിൽ ചിന്തിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. എന്തായാലും പരിശുദ്ധ ബാവ ഷെക്കൈന ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹം പ്രത്യേകം എടുത്തു കാട്ടുകയുണ്ടായി. അപ്പോൾ അതിൽ ഈ ഷെക്കൈന ന്യൂസ് എന്ന് പറഞ്ഞത് കത്തോലിക്ക സഭയുടെ ഒരു കത്തോലിക്ക ചാനലാണ്. അത് ആ ഷെക്കൈന എന്ന പേര് കൊടുത്തപ്പോൾ തന്നെ ആ ചാനലിൻ്റെ ഒരു പ്രസക്തി പോയതുപോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നേരെ മറിച്ച് മീഡിയ വൺ എന്ത് നല്ലൊരു പേരാണ്. എന്ന് മാത്രമല്ല അവിടെ സെക്യുലറായ ആളുകളെയൊക്കെ നിർത്തിയിരിക്കുന്നു. അവരുടെയൊക്കെ പരിപാടികളുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയോ ബുദ്ധിപൂർവമായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ ഈ ഷെക്കൈന എന്ന് പറഞ്ഞാൽ പിന്നെ കത്തോലിക്കർ തന്നെ ആ പേര് കാണുമ്പോൾ പലരും കാണാതെ പോകുന്നു. ഇനി കാണുകയാണെങ്കിൽ തന്നെ ആ കത്തോലിക്കർ മാത്രം, മറ്റ് സഭക്കാർ പോലും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രോബാക്ക് ആദ്യം ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ. എന്തായാലും ഈ വാർഷികത്തിൽ ഇന്ത്യയിൽ നിന്ന് ഈ സഭാ മേലധ്യക്ഷന്മാരാണ് എല്ലായിടത്തും പങ്കെടുത്തിരിക്കുന്നത്. എല്ലാവരും തന്നെ പങ്കെടുത്തിരിക്കുന്നവർ. അപ്പം ഈ സഭയുടെ ഇന്ത്യയിൽ കത്തോലിക്ക ക്രൈസ്തവ വിഭാഗത്തിൽ രണ്ട് സഭകൾക്ക് മാത്രമാണ് പരമാധ്യക്ഷന്മാർ ഇന്ത്യയിൽ തന്നെ ഉള്ളത്. ഒന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക്, അതുപോലെ തന്നെ മാർത്തോമാ സഭയ്ക്ക്. അപ്പോൾ മാർത്തോമാ സഭയുടെ തിരുമേനി പോയതായിട്ട് കണ്ടില്ല. അപ്പോൾ ഓർത്തഡോക്സ് തിരുമേനിയാണ് ബാവയാണ് പോയത്. അപ്പോൾ അദ്ദേഹം നൽകിയ അഭിമുഖമാണ് എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയത്. അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് 308 പിതാക്കന്മാർ അന്ന് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന അന്ന് സഭയിലെ 308 പിതാക്കന്മാർ, പല സഭകളും പല രീതിയിൽ കഴിഞ്ഞിരുന്നവർ, അവരെല്ലാവരും കൂടി AD 325 ഒത്തുകൂടി അവരാണ് വിശ്വാസ പ്രമാണങ്ങൾക്കും അടിസ്ഥാന കാര്യങ്ങൾക്കെല്ലാം രൂപം കൊടുത്തത്. അവിടെ നിന്നാണ് ആ നിക്കിയ വിശ്വാസ പ്രമാണമാണ് ഇന്നും സഭകളിലെല്ലാം ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഈ നമ്മുടെ എല്ലാം വിശ്വാസം അടിസ്ഥാന വിശ്വാസം എല്ലാം ഒന്ന് തന്നെയാണ്. ക്രൈസ്തവർ എല്ലാം ക്രിസ്തു ഏകരക്ഷകനാണെന്നും ക്രിസ്തു മനുഷ്യനും ദൈവവുമാണെന്നും ഒരേ സമയം തന്നെ എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ സഭയുടെ തലവൻ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നമ്മൾ ക്രിസ്ത്യാനികളെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ പാരമ്പര്യങ്ങളും പല സ്ഥലങ്ങളിലായതുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായ രീതികളിലാണ് നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. എന്നതുകൊണ്ട് നമ്മൾ ഭിന്നരല്ല. ഒടുവിൽ ഐക്യത്തിലേക്കുള്ള ഒരു യാത്ര പരിശുദ്ധാത്മാവ് കാണിച്ചു തരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമായി തോന്നി. നമ്മുടെ ക്രൈസ്തവർക്ക് ഒരു ദൗത്യമുണ്ട്. എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരരാണ്. ഏക ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ എല്ലാവരും സഹോദരരാണ്. എല്ലാവരുടെയും കാര്യത്തിൽ കരുതലുണ്ടാവണം. അല്ലാതെ നമ്മുടെ ക്രൈസ്തവരുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എല്ലാവർക്കും വേണ്ടി വേണം. അതിന് ഒരു ദൗത്യം നമുക്ക് ആഗോളതലത്തിലൊരു ദൗത്യം നമുക്കുണ്ട്. അത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ മറ്റൊന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആദിമ സഭയിൽ എല്ലാവരും വീതിച്ചു നൽകുകയായിരുന്നു. ഒരു കാര്യം പോലും സ്വന്തമായിട്ട് വെച്ചിരുന്നില്ല. എല്ലാവരും അവരുടേതായ ഒരുമിച്ച് പൊതുവായ രീതിയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. എന്ന് മാത്രമല്ല അന്ന് വിശ്വാസത്തിന് വേണ്ടി അവരെ കഴുത്ത് വെച്ചു കൊടുക്കണമെങ്കിൽ അതിനൊരു മടിയും കാണിച്ചിരുന്നില്ല. ഇന്നത്തെ ക്രൈസ്തവർ ആ രീതിയിലല്ല. അവരെല്ലാം അങ്ങനെയുള്ളൊരു അവസ്ഥ വന്നാൽ ഇന്നത്തെ ക്രൈസ്തവർ ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന് പറയാനാവില്ല. അപ്പോൾ ആ വിശ്വാസ തീഷ്ണതയൊക്കെ കുറഞ്ഞുപോയി എന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത്. എന്തായാലും നല്ലൊരു അഭിമുഖമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അവിടെ കണ്ട മറ്റൊരു കാര്യം, ഈ മാർപ്പാപ്പ അവിടെ ബ്ലൂ മോസ്കിൽ പ്രാർത്ഥിക്കാതിരുന്നത് അത് ലോകമെങ്ങും ഒരു വിവാദം പോലെ പടരുകയും ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ വിവാദമാകേണ്ട കാര്യമുണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല. കാരണം കഴിഞ്ഞ മാർപ്പാപ്പ അവിടെ പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ ഈ മാർപ്പാപ്പ പ്രാർത്ഥിച്ചില്ല. അതിപ്പോൾ ഓരോ മാർപ്പാപ്പമാരും അവരുടെ ജീവിത വീക്ഷണം അല്ലെങ്കിൽ അവരുടെ വിശ്വാസ വീക്ഷണം അനുസരിച്ച് ചെയ്യുന്നു. അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഒരു മാർപ്പാപ്പ ചെയ്തു, വേറൊരു മാർപ്പാപ്പ ചെയ്തില്ല. ഓരോരുത്തരുടെ അവരുടെ
അവർ വരുന്ന രീതി അവരുടെ വിശ്വാസ ഏത് പാതയിൽ കൂടിയാണോ വരുന്നത് അത് അനുസരിച്ചുള്ള രീതിയിലായിരിക്കും അവർ പെരുമാറുകയും ചെയ്യുന്നത്. മറ്റൊരു ആരാധനാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാലും നമ്മൾ ആരെയാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി മാറുന്നില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും അതൊരു കാര്യം. പിന്നെ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഈ നമ്മുടെ ഇതിന് മുമ്പിലത്തെ മാർപ്പാപ്പ ബെനഡിക്റ്റ് മാർപ്പാപ്പ അദ്ദേഹം മുസ്ലിങ്ങളുമായിട്ടൊരു സംവാദം എന്തോ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തുകയുണ്ടായി. അന്ന് അദ്ദേഹം 15-ാം നൂറ്റാണ്ടിലെ ഒരു രാജാവിൻ്റെ ഒരു കോട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ധരണി എടുത്ത് ഉപയോഗിക്കുകയുണ്ടായി. അപ്പോൾ ആ രാജാവ് ചോദിച്ചത്, ഇസ്ലാം മതം ലോകത്തിൽ എന്താണ് പുതുതായിട്ട് കൊണ്ടുവന്നത്? ഈ ലോകത്തിലുണ്ടായിരുന്ന കാര്യങ്ങളല്ലാതെ പുതുതായിട്ട് എന്താണ് ഇവിടെ കൊണ്ടുവന്നത്? പിന്നെ ഏകദൈവ വിശ്വാസമാണെങ്കിൽ അത് പണ്ട് മുതലേ ഉണ്ടായിരുന്ന കാര്യമാണ്. ക്രിസ്ത്യാനികളും ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ പുതുതായി എന്ത് കാര്യമാണ് ഇസ്ലാം മതം കൊണ്ടുവന്നത് എന്നാണ് ആ രാജാവ് ചോദിച്ചത്. അപ്പോൾ അതെടുത്ത് ആ കോട്ട് മാർപ്പാപ്പ ഉപയോഗിക്കുകയുണ്ടായി. അപ്പോൾ അതിനെതിരെ ശക്തമായ വിമർശനം പല ഭാഗത്തു നിന്നും ഉണ്ടായി. മാർപ്പാപ്പ എന്തിനാണ് ആ കോട്ട് ഉപയോഗിച്ചത്, ആ സമയത്ത് അത് ഉപയോഗിച്ചത് എന്നുള്ളതിനെ പറ്റിയൊക്കെ. എന്തായാലും ഇങ്ങനെയുള്ള വിവാദങ്ങൾ എല്ലാ സമയത്തും എല്ലാ മാർപ്പാപ്പമാരുടെ കാലത്തും ഒരു വിവാദമല്ലെങ്കിൽ വേറൊരു വിവാദമുണ്ടാകുന്നത് നമ്മൾ കാണാറുള്ള കാര്യമാണ്. ഇനി നിക്കാ സുനോദോസിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുമ്പം ഈ ഡാവിഞ്ചി കോഡ് നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ എഴുത്തുകാരൻ ഡാൻ ബർട്ടൺ പറയുന്നൊരു കാര്യമുണ്ട്. ക്രിസ്തുവിൻ്റെ ദൈവികത്വം അംഗീകരിച്ചത് 4-ാം നൂറ്റാണ്ടിലാണ്, അതായത് നിക്കാ സുനോദോസിൽ വെച്ച്. അപ്പോൾ അതുവരെ ദൈവികത്വമൊന്നും ഇല്ലായിരുന്നു. അതുവരെ പിന്നെ എന്തായിരുന്നു ക്രിസ്ത്യാനികൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്? അത് മനസ്സിലാവുന്നില്ല. ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ 11 പേരും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അവരെന്തിനു വേണ്ടിയായിരുന്നു കൊല്ലപ്പെട്ടത്? അപ്പോൾ വിശ്വാസം അന്നും ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ക്രോഡീകരിക്കുകയും ഐകരൂപ്യം കൊടുക്കുകയും ചെയ്ത് നിക്കാ സുനോദോസിൽ വെച്ചായിരുന്നു എന്ന് മാത്രം. അങ്ങനെയാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. ഇപ്പം ഇസ്ലാം മതത്തെപ്പറ്റി നമ്മൾ പിന്നെ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്. ഈ പ്രവാചകന് അല്ലാഹു ഖുറാൻ നൽകിയെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ആ ഖുറാൻ ക്രോഡീകരിക്കുകയും ഒരു പുസ്തക രൂപത്തിലാക്കുകയും ചെയ്തത് പ്രവാചകൻ മരിച്ച് 100-200 വർഷത്തിന് ശേഷം ബുഖാരി എന്നോ മറ്റോ ഉസ്ബെക്കിസ്ഥാൻ ആ ഭാഗത്തു നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം ആ ക്രോഡീകരിക്കുകയും അത് ഐകരൂപ്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഓരോ പ്രക്രിയ ഓരോ കാലഘട്ടത്തിൽ നടക്കുന്നു. അപ്പോൾ ഓരോ മതത്തിലും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പുസ്തകമില്ലാതിരുന്നുകൊണ്ട് ഖുറാൻ ഇല്ലായിരുന്നു എന്ന് അർത്ഥമില്ലല്ലോ. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ദൈവികത്വം ഇവിടെ ഈ നിക്കാ സുനോദോസിൽ അംഗീകരിക്കുന്നതിന് മുമ്പ് ആ ദൈവികത്വത്തെ പറ്റിയുള്ള വിശ്വാസമില്ലായിരുന്നു എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഇതിൻ്റെ എല്ലാം ഒരു ഭാഗമായിട്ട് നിൽക്കുന്നു. അതിനിടയിൽ ആണ് ഈ ചെറിയ വിവാദങ്ങളും അതുപോലെ തന്നെ വലിയ പ്രതീക്ഷകളും ഉണർത്തുന്ന ഈ സമ്മേളനം നടന്നു പോയത്.